നല്ല കാൽപന്ത് കളിയിലൂടെ ഇത്തവണത്തെ ജയമുണ്ടാകുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. മത്സരം നന്നായി നടക്കട്ടെ. അപ്പോൾ ഇതിനകത്ത് യാതൊരു കള്ളക്കളികളുമില്ലാതെ, എന്താ പറയുന്നത്, വിവാദങ്ങളൊന്നുമില്ലാതെ ഒരു ചരിത്രമാണ് നടക്കാൻ പോകുന്നത്. കഴിഞ്ഞ ലോകകപ്പ് ഫൈനൽ നമുക്ക് ഒരു സ്വപ്നം പോലെ ആയിരുന്നു. അതൊരു ഗംഭീര ഫൈനൽ എന്ന് പറയുന്നത്. ഇതിന് ഒരു പക്ഷേ ലോകകപ്പ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച ഫൈനലുകളിൽ ഒന്ന് കണ്ട മത്സരം. ആദ്യം അർജന്റീന 2 ഗോൾ അടിക്കുന്നു, തിരിച്ച് ഗംഭീര തിരിച്ചുവരവ് എംബാപ്പയിലൂടെയൊക്കെ തന്നെ തിരിച്ചു വരുന്നു. അതിനുശേഷം എക്സ്ട്രാ ടൈമിലേക്ക് പോകുന്നു, മെസ്സിയുടെ ഒരു ഗോൾ വരുന്നു, അതിനുശേഷം വീണ്ടും ഒരു ഗോൾ കൂടി വരുന്നു. അങ്ങനെ 3-3 ഒടുവിൽ ഷൂട്ടൗട്ടിൽ എമിലിയാനോ മാർട്ടിനസിന്റെ വമ്പൻ പ്രകടനം. അങ്ങനെ അർജന്റീന ജയിച്ച് ചാമ്പ്യന്മാരാകുന്നു. അർജന്റീനയുടെ കാത്തിരിപ്പ് തീരുന്നു. നമ്മളടക്കമുള്ള അർജന്റീന ഫാൻസിനോട് 25 വർഷത്തിന് ശേഷം നമ്മൾ കോപ്പ അമേരിക്ക നേടുന്നു. ഇപ്പോ ഷെൽഫിൽ അത്യാവശ്യം നിറയെ ട്രോഫികളുണ്ട്. അപ്പോ എന്തായാലും ഒരു ചരിത്രമാണ് പിറക്കാൻ പോകുന്നത്. മാൻഹാട്ടൻ ആകാശം ഇന്ന് എന്താണ് സംഭവിക്കുന്നത്? ചുവക്കുമോ അതോ ആ നീലയും വെള്ളയും ഒരിക്കൽ കൂടെ നീലയിൽ മുങ്ങുമോ എന്ന് കണ്ടറിയണം. അപ്പൊ അങ്ങനെ വലിയ രീതിയിലായിരിക്കുമ്പോൾ അർജന്റീനയ്ക്ക് പക്ഷെ വലിയ വെല്ലുവിളി ആരായിരിക്കും? ലമീൻ യമാൽ തന്നെയായിരിക്കും. അപ്പൊ ലമീൻ യമാൽ എന്ന് പറയുമ്പോൾ മാത്രമല്ല, ഈ സ്പെയിനിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്പെയിൻ യമാലിനെ മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്. അവരൊരു ടീമാണ്, അവർക്കൊരു സത്യത്തിൽ ഈ ടൂർണമെന്റിൽ ലമീൻ യമാലിനെ അത്രയ്ക്ക് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല എന്ന് കൂടി പറയേണ്ടി. ഒട്ടും പ്രഷർ ഇല്ല. കാരണം അവർ ആ 11 പേരും അതേപോലെ. നമ്മൾ അർജന്റീനയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മെസ്സിയാണ് സെന്റർ സ്റ്റേജ്. മെസ്സി ഒരു വലിയ മുത്ത്, ആ മുത്തിന് ചുറ്റും കോർത്ത മാലകളെ പോലെ. അപ്പൊ മെസ്സി എന്ന് പറയുന്ന ഒരു വികാരം, അതൊരു ഡിവൈൻ ഫീലിംഗ് ആണ് അവർക്ക്. അപ്പൊ റിലീജിയസ്ലി അവർ കളിക്കുന്നു. പക്ഷെ നമ്മൾ ടീമിനെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അർജന്റീനയുടെ ചരിത്രത്തിൽ ഏറ്റവും നല്ല ടീമൊന്നും അല്ല ഇത്. അതുപോലെ തന്നെ ഏറ്റവും പ്രായമേറിയ ടീമാണ്. എമിലിയാനോ മാർട്ടിനസിന്റെ ഒക്കെ കൈ ചോർന്നു പോകും നമ്മളിങ്ങനെ സംശയിക്കുന്നു. അതെ അതെ, അപ്പൊ ഇഞ്ചുറി ഉണ്ട്. അപ്പൊ അങ്ങനെ പല പ്രശ്നങ്ങൾക്ക് നിൽക്കുമ്പോൾ അപ്പുറത്താണെങ്കിൽ ചോരത്തിളപ്പാണ് അവരുടെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. പ്രായം ഇടയ്ക്ക് ചേച്ചി ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടായിരുന്നു. മറ്റേ എത്രയാണ് അവരുടെ ആവറേജ്? 29.2 അർജന്റീനയുടെ ആവറേജ്. ഇവരുടേത് ഇവർ യങ്ങർ ടീമാണ്. ഇവരുടെ പ്രായം എനിക്ക് തോന്നുന്നു 25, 26 ആ ഒരു എല്ലാം ചെറിയ ആൾക്കാരാണ്. അതായത് പൗക്ക് ബാർസിക്ക് 19 വയസ്സ്, ലമീൻ യമാലിന് 19 വയസ്സ്. അങ്ങനെ ഒരു പിടി താരങ്ങളുണ്ട്. അവരുടെ പ്രായമേറിയ താരം ആരാണെന്ന് ചോദിച്ചാൽ റോഡ്രിഗോയാണോ? അല്ല, കുറച്ചുകൂടി ഉണ്ട്. ലെപ്പോർത്തി ആയിരിക്കും. ലെപ്പോർത്തിയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പിടി താരങ്ങൾ. അപ്പോൾ അവരുടെ ആ ചോരത്തിളപ്പിന് മുന്നിൽ എങ്ങനെയാണ് അർജന്റീന? പക്ഷെ അർജന്റീനയെ കഴിഞ്ഞ മത്സരങ്ങളിൽ എങ്ങനെ മുന്നോട്ട് പോയത്? ഒരു മെന്റാലിറ്റിയാണ്. കണക്കെടുത്ത് നോക്കിയാൽ ഈ 14 തവണയാണ് ഇവർ ഏറ്റുമുട്ടുന്നത്. ഈ 14 തവണ 6 തവണ ഇരു കൂട്ടരും ജയിച്ചു, ഓരോ തവണ സമനിലയുമായി. പിന്നെ 2018 ആ സൗഹൃദ മത്സരത്തിൽ സ്പെയിൻ അർജന്റീനയെ തകർത്ത് വിട്ടു. ഇപ്പോഴും പക്ഷെ അന്ന് ബ്രസീൽ ആരാധകർ ആഗ്രഹിച്ചത് ഒരു ഗോളും കൂടി അടിച്ച ഒരു 7-1 7-2 ആവണം. അത്ര വന്നില്ല എന്ന് പറയുന്നത്. ഒരു 7-up എന്തായാലും കിട്ടിയില്ല. അത് മൂസിനുള്ള ഡെഡിക്കേഷനാണ് ആ 7-up. അപ്പോൾ അതുകൂടി പറയട്ടെ. അപ്പോൾ എന്തായാലും അങ്ങനെ ഇന്ന് കളി നടക്കുമ്പോൾ എന്തായാലും അർജന്റീനൻ ആരാധകരുടെ അല്ലെങ്കിൽ അർജന്റീന ടീമിന്റെ നെഞ്ചിടിപ്പ് കൂട്ടുന്നത് അയാൾ തന്നെയായിരിക്കും. ആ യുവ താരം ലമീൻ യമാൽ, 19 വയസ്സുള്ള. 19 വയസ്സ്. എൻ്റെ അനിലെ 19 വയസ്സ്. ഞാനും അനിലും ഒക്കെ എന്താ ചെയ്യുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ യമാല് എന്തൊരു അത്ഭുതമാണ് ഇയാൾ കാണിക്കുന്നത്. ആ ചെറിയ പ്രായത്തിൽ അന്ന് മെസ്സി ആ ബാത്ത് ടബിൽ കുളിപ്പിച്ച ആ കുട്ടി കുറുമ്പൻ അവൻ വളർന്ന് മെസ്സിയെ നേരിടുന്ന നിലയിലേക്ക് ആയിരിക്കുന്നു. ഒട്ടും സമ്മർദ്ദമില്ലാതെ ആ 10 പേരുടെ സപ്പോർട്ട്. അവർക്കൊരു ടാക്ടിക് ഉണ്ട്. ആ മൈതാനത്തിൽ അവരുടെ ഒരു പ്ലാനിങ്ങും അവരുടെ ഒരു ഗെയിമും ആ പാസുകളുടെ കൃത്യത ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പരമ്പരാഗതമായി ടിക്കി ടാക്ക എന്നാണ് സ്പാനിഷ് ആ ശൈലി അറിയുന്നത്. നമ്മുടെ ചെറിയ പാസുകളുടെ കണക്ട് ചെയ്ത് ഒരു കണ്ണികോർത്ത് അതാണ്. അപ്പോൾ അതാണ് ബാഴ്സലോണയുടെ വലിയ സക്സസിന് കാരണം. 2010 ആദ്യമായി സ്പെയിൻ ലോക ചാമ്പ്യന്മാരാവുന്നതും അങ്ങനെയായിരുന്നു. പക്ഷേ ഇടക്കാലത്ത് ഈ ടിക്കി ടാക്കയൊക്കെ പൊളിഞ്ഞു. ആ പൊളിഞ്ഞ് അത് മാറി വന്നപ്പോഴാണ് ലാഫ്യുവിൻ്റെ പോലുള്ള ഒരാൾ വന്ന് അതിന് കുറച്ചുകൂടി എന്താ പറയുക, സ്ക്രൂ കയറ്റുന്നു, അതിനെ കുറച്ച് സ്പീഡ് വെപ്പിക്കുന്നു. അതോടുകൂടി ടിക്കി ടാക്ക പ്ലസ് കുറച്ചുകൂടി വേഗത വരുന്നതോടുകൂടിയാണ് ഇപ്പോൾ സ്പെയിനെ പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥ. സമീപകാലത്ത് ഉഗ്രൻ പ്രകടനമാണ് വരുന്നത്. അതായത് യൂറോ കപ്പിൽ ലഭിക്കുന്നു, UEFA നേഷൻസ് ലീഗിലേക്ക് ജയിക്കുന്നു, ഒളിമ്പിക്സിൽ മെഡൽ വാങ്ങുന്നുണ്ട്. അങ്ങനെ സമീപകാലത്ത് അവരുടെ വമ്പൻ പ്രകടനങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ലമീൻ യമാലിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞാലേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.